ച്ചവർ വിജയിച്ചിട്ടുമില്ല. ആ ഗ്രന്ഥത്തിൽ ഉടമസ്ഥനായ അള്ളാഹു മനസ്സിലാക്കി തരികയാണ്, നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും ഇതൊന്നും നിനക്കിഷ്ടമുള്ള പോലെ ഉപയോഗിക്കാനല്ല. അല്ലെങ്കിൽ അതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അർത്ഥമാ, ഒരു നിയന്താവ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അർത്ഥമാ നിയന്ത്രിക്കുന്നവൻ, ആജ്ഞാപിക്കുന്നവൻ, കൽപ്പിക്കുന്നവൻ, അനുസരിക്കപ്പെടേണ്ടവൻ, അംഗീകരിക്കപ്പെടേണ്ടവൻ. പിന്നെ ആ വാക്കുകൾക്കൊന്നും അർത്ഥമില്ല. ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണെങ്കിൽ അല്ല. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഖുർആനാണ്. മനുഷ്യരെ, നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്ത, ഈ മൂന്ന് വസ്തുക്കളെ കുറിച്ചും എന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും, മറുപടി വേണം എനിക്ക്. ഖുർആൻ പറഞ്ഞത്, മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി വന്ന ഖുർആൻ പറഞ്ഞത്, മനുഷ്യന് പ്രകാശം കാണിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥം പറഞ്ഞത്, ഈ മൂന്നിനെ കുറിച്ചും ചോദ്യമുണ്ടാകും, മറുപടി വേണം. ഇനി അഥവാ നീ നിനക്ക് തോന്നും പോലെ കാണും, നീ പറയാ ഖുർആന്റെ വാക്ക് സ്വീകരിക്കാൻ, ഉടമസ്ഥന്റെ കൽപ്പന അനുസരിക്കാൻ നിനക്ക് കഴിയൂല, നീ ഭൗതികതയിൽ താല്പര്യമുള്ളവനാ, നീ മനസ്സിന്റെ രസങ്ങളിൽ താല്പര്യമുള്ളവനാ, നിന്റെ മനസ്സ് പറയും പോലെ ജീവിക്കുക, അതിന്റെ ആശയും അതിന്റെ കൊതിയും തീർത്തു കൊടുക്കുക. അത് ഏത് രീതിയിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്രത്തോളം ഒരുപാട് മാസക്കാലം ഗർഭാശയത്തിൽ നിന്നെ ചുമന്ന് വേദനന്റെ മുകളിൽ വേദന സഹിച്ച് നിന്നെ പ്രസവിച്ച് വളരെ സ്നേഹത്തോടെയും കരുണയോടെയും മമതയോടെയും നിന്നെ പാലൂട്ട് വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊന്നിട്ടാണെങ്കിലും നിന്റെ മനസ്സിന്റെ രസത്തിന് വേണ്ടി ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഉടമസ്ഥന്റെ വാചകം, ആരുടെ? എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിന്റെ വാചകം ഇതാണ്: ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുക, അടിമകളോട്. എന്താണെന്നറിയുമോ? തലയോട്ടിക്കുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധി, തലയോട്ടിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന തലച്ചോറ് നിനക്കിഷ്ടമുള്ള പോലെ ഉപയോഗിക്കാനല്ല, നിന്റെ രസം തീർക്കാൻ, നിന്റെ ആശകൾ തീർക്കാൻ, നിന്റെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ ഉണ്ടാക്കി കൊടുക്കാൻ അല്ല ആ ബുദ്ധി. എന്തിനാ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ആലോചിക്കാൻ, നിന്റെ പടച്ചവനെ കുറിച്ച് ചിന്തിക്കുവാൻ, കിടക്കപ്പായയിൽ കിടന്ന് ആകാശങ്ങൾ നോക്കി ആ ആകാശങ്ങളെ പടച്ചവൻ ആരാണ് എന്ന് സ്വയം ചോദിക്കാൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, 7 ആകാശങ്ങൾ, 7 ഭൂമികൾ, അതേപോലെ തന്നെ സമുദ്രങ്ങളും കാടുകളും മേടുകളും മരുഭൂമികളും സർവസ്വത്തെയും നാം ഉണ്ടാക്കിയത് തലച്ചോറ് നൽകപ്പെട്ട മനുഷ്യന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും, ആലോചനകൾക്കപ്പുറത്ത്, ചിന്തകൾക്കപ്പുറത്ത് എല്ലാത്തിന്റെയും പിറകിൽ ഒരു സംവിധായകൻ ഉണ്ട് എന്ന പരമമായ സത്യം മനസ്സിലാക്കാനുമാണ്. അതിനു വേണ്ടി ആ തലച്ചോറിന് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അപ്പൊ നമ്മൾ പറയും, യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ആ വാചകം തെറ്റല്ലേ? അങ്ങനെ ഹൃദയമുണ്ട്, പക്ഷെ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നില്ല, തെറ്റല്ലേ? ആരുണ്ട് നമ്മളിൽ ആലോചിക്കാത്തവർ? ആരുണ്ട് നമ്മളിൽ ചിന്തിക്കാത്തവർ? എന്റെ കച്ചവടം, എന്റെ വിദ്യാഭ്യാസം, എന്റെ മേഖല, അതിനെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും എനിക്ക് ഒരുപാടുണ്ട് അല്ലേ? എന്താണ് നിന്റെ കച്ചവടത്തിന്റെ വിജയം? എന്റെ ബുദ്ധി അല്ലേ? നീ ഇത്രയും വലിയ വിദ്യാസമ്പന്നനാവാൻ എന്താ കാരണം? എന്റെ തലച്ചോറ്, എന്റെ ആലോചന, എന്റെ പഠനം. പക്ഷെ അള്ളാഹുവിന്റെ വാക്കിതാ, ഇല്ല, മനുഷ്യൻ ആലോചിക്കുന്നില്ല, മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വാക്കിന്റെ അർത്ഥമിതാ. മസ്തിഷ്കമുണ്ടായിട്ടും തലച്ചോറുണ്ടായിട്ടും ചിന്തിക്കാനുള്ള മനസ്സുണ്ടായിട്ടും ആലോചിക്കാനുള്ള കഴിവുണ്ടായിട്ടും പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ആലോചിക്കാൻ, ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ ആ മനുഷ്യൻ തയ്യാറാവുന്നില്ല. വാക്കിന്റെ അർത്ഥം അതാണ്. ഇനി ആലോചിക്കുക, അള്ളാഹു പറഞ്ഞ വാക്കും എന്റെ ജീവിതവും എത്രമാത്രം അടുത്ത് കിടക്കുന്നതാണ് എന്ന്.
സൂര്യൻ ഉദിച്ചു, പ്രഭാതമായി, ആരോഗ്യമുള്ള ശരീരം, എഴുന്നേറ്റു, ജോലിക്ക് വേണ്ടി പല മേഖലകൾ. ഞാൻ എന്റെ കച്ചവടത്തെക്കുറിച്ച് ആലോചിച്ചു, എന്റെ ബിസിനസ്സെ കുറിച്ചും ആലോചിച്ചു, എന്റെ വിദ്യാഭ്യാസം, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, സർവ്വ വിഷയങ്ങളെ കുറിച്ചും ഞാൻ ആലോചിച്ചു, ഞാൻ ചിന്തിച്ചു. അതിനിടയിൽ ഒരു നിമിഷം പോലും എന്റെ റബ്ബിനെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയില്ല. അർത്ഥവത്താണ് അള്ളാഹുവിന്റെ വാക്ക്. നിങ്ങൾ സ്വയം ആലോചിക്കുക. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് വൈകുന്നേരത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിനെ ഓർത്തവൻ ആര്? നാഥനെ ഓർത്തവൻ, പടച്ച തമ്പുരാനെ ഓർത്തവൻ, ജീവിതത്തിന്റെ സർവ്വ നിമിഷങ്ങളിലും അള്ളാഹുവിനെ ഓർക്കേണ്ടവൻ. എവിടെ ഓർത്തുക? എവിടെ ഓർത്തോ? ഓർത്തോ സഹോദര? പിന്നെയും ഉണ്ടായി മുസ്ലിമീങ്ങൾക്ക് ഭാഗ്യം. 5 വക്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളി മിഹ്റാബിന്റെ ഉള്ളകത്ത് തലകുനിക്കുന്ന സമയമെങ്കിലും അള്ളാഹുവിനെ ഓർക്കാൻ ഭാഗ്യം കിട്ടിയവർ. നാഥനെ ഓർക്കാൻ. ഒരു ദുഃഖസത്യം പറയട്ടെ മുസ്ലിമീങ്ങളോട്, വേദനയോടെ, സങ്കടത്തോടെ, ഒരു ദിവസത്തിൽ 5 നേരത്തെങ്കിലും അള്ളാഹുവിനെ ഓർക്കാനും സ്മരിക്കാനും അള്ളാഹു തന്നിരിക്കുന്ന ഔദാര്യം അതുപോലെ ഉപയോഗപ്പെടുത്താതെ അള്ള വിളിക്കുന്ന സമയം അള്ളാഹിനോട് പോഴ എന്ന് പറയുന്ന മുസൽമാൻ, നിന്റെ മനസ്സിനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കുക, നീ ഒന്ന് ചിന്തിക്കുക. എത്ര കഠിനമാണ് നിന്റെ ഹൃദയം, നീ എത്ര ക്രൂരനാണ്. നിന്റെ റബ്ബിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സന്ദർഭം അള്ളാഹു നിനക്ക് നൽകിയിട്ടും നീ ഉറക്കത്തിൽ, നീ കച്ചവടത്തിന്റെ തിരക്കിൽ, നീ സ്കൂളിൽ, നീ ഏതെങ്കിലും കോളേജിൽ, ആ സമയത്തും നീ കേട്ടില്ലല്ലോ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. നിന്റെ നാഥനെ കുറിച്ച് ഓർക്കാൻ നീ വാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. നാഥനെ കുറിച്ച് ഓർക്കാൻ, സ്മരിക്കാൻ നീ വാ. അല്ലാഹു വിളിച്ചു. എന്നിട്ടും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനുഷ്യ, നീ മനുഷ്യനല്ല. അല്ല, എരികാലിയാണ്, നീ മനുഷ്യനല്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഇത്രയും നല്ല മനസ്സുണ്ടായിട്ടും, ഇത്രയും നല്ല ബുദ്ധിയുണ്ടായിട്ടും നിന്റെ നാഥനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ, ഒന്ന് ചിന്തിക്കാൻ. നിനക്ക് ജീവൻ നൽകിയവൻ, വായു നൽകുന്നവൻ, വെള്ളവും ഭക്ഷണവും നൽകുന്നവൻ, സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നവൻ, സർവസ്വവും നൽകുന്നവൻ, അവനെ കുറിച്ച് ഓർക്കാൻ ഓർക്കുന്നില്ല എങ്കിൽ അള്ളാഹു